ഡിവൈഎഫ്ഐ മലമ്പള്ള യൂണിറ്റ് സംഘടിപ്പിച്ച നാടിൻ്റെ താരങ്ങൾക്ക് യുവതയുടെ ആദരം വിജയോത്സവം 2022 പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങളെല്ലാം ബോധവാന്മാരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സഖാവ് ഷാജ്മോഹൻ അവർകളെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ വാഴാമ്പുറത്തുകാരുടെ സ്വകാര്യ അഹങ്കാരവും കാരാകൃഷി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറുമായ സഖാവ് അഡ്വക്കേറ്റ് മജീദ് അവർകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കാരാകൃഷി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ 5ാം വാർഡ് മെമ്പർ ബുഷറ രംഗത്തിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. CPIM വാഴേമ്പുറം ബ്രാഞ്ചിന്റെ അമരക്കാരൻ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് റഷീദ് അവർകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിജയോത്സവം 2022 കൺവീനർ, വളരെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച് ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ സഖാവ് ചീരങ്ങൽ ഗഫൂർ അവർകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാളെയുടെ വാഗ്ദാനങ്ങളായ SSLC +2 വിജയികളായ നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഡിവൈഎഫ്ഐയുടെ മലമ്പള്ള യൂണിറ്റ് സെക്രട്ടറി സഖാവ് റമീസ്, മറ്റ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിന് മുന്നിട്ടിറങ്ങിയ ഓരോ സഖാക്കൾക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓരോ സഖാക്കളെയും ഓരോ പ്രവർത്തകരെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് ഈ പരിപാടിയിലേക്ക് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഈ വേദിയിൽ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. SSLC +2 വിജയികളായിക്കൊണ്ട് ഈ നാടിൻ്റെ നമ്മളെ താരങ്ങളായിട്ടുള്ള ഓരോരുത്തരെയും ശോഭനമായ ഒരു ഭാവി നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ റമീസ് ഖാനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഖാവ് ഷാജ്മോഹൻ, അതുപോലെ ആദരണീയനായ നമ്മുടെ 6ാം വാർഡ് മെമ്പറും LC മെമ്പറുമായ അഡ്വക്കേറ്റ് മജീദ് ഖാ, നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി റഷീദ് ഖാ, 5ാം വാർഡ് മെമ്പർ ബുഷറ രംഗത്ത്, അതുപോലെ ഈ സദസ്സിൽ കൂടിയ എല്ലാവരോടും പ്രത്യേകം ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ എല്ലാവരും പെട്ടെന്നായിരുന്നു നമ്മൾ ഇന്നലെയാണ് ക്ഷണിച്ചത്, എങ്കിലും ഇത്രയും ആളുകൾ ഈ വേദിയിൽ എത്തിയല്ലോ. ഈ മുന്നിലിരിക്കുന്ന കുട്ടികളോട് ഒരു ടീച്ചർ നൽകിയ ഒരു ഉപദേശമാണ് പറയാനുള്ളത്. ഒരിക്കലൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ടീച്ചർ ഒരു മാവിൻ്റെ തൈ കൊടുന്നു വെച്ച് ഈ ടീച്ചർ പറഞ്ഞു, ഇതുപോലെ ആവണം മക്കളെ നമ്മളെല്ലാവരും. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒരു മാവാകുമ്പോൾ അത് എല്ലാവർക്കും തണലാണ്,
ഒരു മരത്തിൻ്റെ ചില്ല പോലെ എല്ലാവർക്കും തണലാവണം, അതാവണം നമ്മുടെ ജീവിതം എന്ന് ആ ടീച്ചർ അവിടെ കൂടിയ വിദ്യാർത്ഥികളോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ ടീച്ചർ മറ്റൊരു ഉപദേശം നൽകി. തണലിന് നമുക്ക് വേണമെങ്കിൽ ഒരു തണൽ വൃക്ഷം മാത്രം നട്ടാൽ മതി. പക്ഷെ ആ ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മാവാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ഭക്ഷിക്കാം, നല്ല നാളേക്ക് വേണ്ടി അതിൻ്റെ ഫലങ്ങളിൽ നിന്നുണ്ടാകുന്ന മരങ്ങളും നാളേക്കൊരു ഉപകാരമാകും. ആ ഒരു ഉപദേശമാണ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ കുട്ടികളോടും പറയാനുള്ളത്. നമ്മൾ നാളെയുടെ വരദാനങ്ങളാണ്. ആ വരദാനങ്ങളായ നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും തണലായി കാരുണ്യമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷാജുമോഹൻ സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. DYFI മലമ്പള്ള യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈ വിജയോത്സവത്തിൽ സ്വാഗതം ആശംസിച്ച സഖാവ് ഇർഫാൻ, യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സഖാവ് റമീസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഖാവ് മജീദ് കെയും റഷീദ് ക, ശ്രീമതി ബുഷ്ര ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, DYFI കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വാഗ്ദാനങ്ങളായി വരുന്ന ശോഭനമായ വിജയം നേടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വിജയോത്സവങ്ങൾ DYFIയുടെ എല്ലാ വില്ലേജ്, അതോടൊപ്പം തന്നെ യൂണിറ്റ് തലങ്ങളിലും റിസൾട്ട് വന്നതിന് ശേഷം നടത്തി വരികയാണ്. സ്വാഭാവികമായും DYFI ഈ മലമ്പള്ള പ്രദേശത്തെ SSLC+2 വിജയികളായ വിദ്യാർത്ഥികളെ മുഴുവൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ DYFIയുടെ ഇവിടുത്തെ യൂണിറ്റ് ഭാരവാഹികൾ ഞങ്ങളുടെ ഒരു സംഘടനാ പരിപാടിക്ക് പോകുന്നതിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുന്ന രീതിയിലല്ല ചെയ്തിട്ടുണ്ടാവുക. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണ് എങ്കിലും ആ വിദ്യാർത്ഥി കൈവരിച്ചിട്ടുള്ള നേട്ടത്തെ അനുമോദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ത് എന്ന് നോക്കാതെ എല്ലാ വിദ്യാർത്ഥികളെയും വിജയോത്സവം നടത്തി DYFIക്കാർ നിങ്ങൾക്ക് തരുന്നൊരു ഉപഹാരം ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഉപഹാരം ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ പല സംഘടനകളോ പല ബാങ്കുകളും സഹകരണ കൂടി വലിയ ഉപഹാരം കിട്ടിയിട്ടുണ്ടാവും, ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ DYFIക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യാഷ് പ്രൈസ് തന്ന് അനുമോദിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി DYFIയെ സംബന്ധിച്ചുണ്ടാവില്ല. ഈ മെമൻറ്റോ തരുന്നത് തന്നെ, ഈ ചെറിയൊരു സ്നേഹോപഹാരം തരുന്നത് തന്നെ ഇവിടുത്തെ DYFI സഖാക്കൾ പരസ്പരം അവരുടെ വരുമാനത്തിൽ നിന്നൊരു പങ്ക് മാറ്റിവെച്ചിട്ടാവും ഇത് തരുന്നുണ്ടാവുക നിങ്ങൾക്ക്. പക്ഷേ ഈ മെമൻറ്റോവിനോ പകരമായി ഈ സ്നേഹ സമ്മാനത്തോടൊപ്പം DYFI നിങ്ങൾക്ക് ഒരാശയം കൂടി പകർന്നു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിജയോത്സവം സംഘടിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ യുവാക്കൾ, നിങ്ങൾ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്. ആ രാജ്യത്തിൻ്റെ സമ്പത്തായി നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇവിടെ ഇരിക്കുന്നതിൽ വിദ്യാർത്ഥിനികളായ ആളുകളുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പെൺകുട്ടികൾക്ക് വിദ്യാലയത്തിൻ്റെ 7 അയലത്തേക്ക് പോലും കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. നമ്മളുടെ വിദ്യാർത്ഥിനികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പോരടിച്ച് തീവ്രവാദികളാൽ ആക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പാകിസ്ഥാനിലെ ആരത്? മലാലയാണ്. മലാല യൂസഫ്സായ് എന്ന് പറയുന്ന വിദ്യാർത്ഥിനി അല്ലേ? പഠിക്കാനുള്ള ആവേശം കൊണ്ട്, അഭിരുചി കൊണ്ട് വിദ്യാലയത്തിലേക്ക് പോയ മലാലയെ സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മതമൗലികവാദികൾ ആക്രമിക്കുകയാണ് ചെയ്തത്, കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ അയൽ രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ സാഹചര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥ സംസ്ഥാനങ്ങളിലൊക്കെ
നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തിനും മാതൃകയായി മാറും. നിങ്ങൾക്ക് ഈ നേട്ടം കൈവരിച്ച് ഒരുപാട് പേരുടെ നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ സ്കൂളിലെ മറ്റ് ആളുകൾ, സഹപാഠികൾ, അതോടൊപ്പം സൗകര്യങ്ങളും ഒരുക്കി തന്ന് നിങ്ങളെ ഈ വിജയത്തിലേക്ക് പ്രാപ്തമാക്കിയ സർക്കാരുണ്ട്. ആ സർക്കാർ നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളുടെ സ്ഥിതി, എയ്ഡഡ് സ്കൂളുകളും അതോടൊപ്പം നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. മോഹൻലാൽ സാൾട്ട് മാംഗോ ട്രീ പറയുന്നത്, മോഹൻലാൽ വാദ്യരായി പഠിപ്പിക്കാൻ പോകുന്ന ഒരു സിനിമ കണ്ടിട്ടില്ല, എന്താ ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം അല്ലേ? ആ സിനിമ കണ്ടിട്ടുണ്ട്. അതിലേക്ക് സ്കൂളിലെ പശുത്തൊഴുത്തിനേക്കാൾ കൂടുതൽ ദയനീയമായിട്ടുള്ള സ്ഥിതിയിൽ കിടക്കുന്ന സ്കൂൾ അന്തരീക്ഷം നമ്മുടെ നാട്ടിലൊരു കാലത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ഈ സർക്കാരും ഇതിനു മുൻപേ ഉണ്ടായിരുന്ന സർക്കാരും ഒക്കെ ഈ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന ബൃഹത്തായൊരു പദ്ധതിയുണ്ട്. അതുവഴി പൊതുവിദ്യാലയങ്ങളെ, നമ്മുടെ സർക്കാർ സ്കൂളുകളെ, എയ്ഡഡ് സ്ഥാപനങ്ങളെ ഒക്കെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. പണ്ടൊരു കാലഘട്ടത്തിൽ സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കാൻ രക്ഷിതാക്കൾ വലിയ തോതിൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഘട്ടമുണ്ട്. ഇന്നതല്ല സ്ഥിതി. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി പത്രത്തിലൊക്കെ വലിയ വാർത്തയായി വരാറുള്ള നമ്മളുടെ കോഴിക്കോട് ഗവൺമെൻറ് സ്കൂള് അന്താരാഷ്ട്ര ഉയർന്നിട്ടുള്ള ഗവൺമെൻറ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കാൻ തലേദിവസം രാത്രി തന്നെ പോയി അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ക്യൂ നിൽക്കുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ നമ്മളുടെ പൊതുവിദ്യാലയം മാറി. അപ്പോൾ ഈ നാടിൻ്റെ സർക്കാരും ഈ നാട്ടിലെ മറ്റ് ജനവിഭാഗങ്ങളും എല്ലാവരും നിങ്ങൾ പഠിച്ചു മുന്നേറുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന, എല്ലാ പ്രോത്സാഹനവും തന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമൂഹത്തോട് നിങ്ങൾക്കൊരു വലിയ കടപ്പാടുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ പഠനത്തിൻ്റെ മികവ് തെളിയിച്ചു വന്ന നിങ്ങൾ ഭാവിയിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവരായി മാറാം, എഞ്ചിനീയർമാരായി മാറാം, ഡോക്ടർമാരായി മാറാം, ബാങ്ക് ഉദ്യോഗസ്ഥരായി മാറാം അല്ലേ? അങ്ങനെ പല മേഖലകളിലേക്കും നിങ്ങൾ പോകാം. പക്ഷേ ഏത് മേഖലയിൽ ഏത് ജോലി തേടി നിങ്ങൾ പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധത, പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളെ സമീപിക്കുമ്പോൾ അവനോടുണ്ടാവേണ്ടുന്ന ഒരു ദയയും കാരുണ്യവും ഉണ്ട്. അവന് നിയമപരമായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സമൂഹത്തോട് തിരിച്ചു കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. സ്വാഭാവികമായി നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ നമ്മളെ ദേശസാൽകൃത ബാങ്കുകളിലൊക്കെ സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങിയിരിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ടാവും. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ പല ദേശസാൽകൃത ബാങ്കുകളും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു അനുഭവം, ഞാനോ നിങ്ങളോ ആരോ ആയിക്കൊള്ളട്ടെ, പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു അനുഭവം വേദനിപ്പിക്കുന്നതാണ്. അവർ പഠിച്ച് പരീക്ഷ എഴുതി, ടെസ്റ്റ് എഴുതി, അവർ ജോലി കിട്ടി, ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം തരും, നിങ്ങൾക്ക് ചെയ്ത് തന്നാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ എന്നുള്ള മനോഭാവമാണ്. മുന്നിൽ പോകുന്നവൻ കുറച്ച് അക്ഷരാഭ്യാസം കുറഞ്ഞവനോ ഒരു പ്രായാധിക്യം ചെന്നവനോ ആണെങ്കിൽ അവനെ പോലും പരിഗണിക്കാത്ത സ്ഥിതി നമ്മുടെ ബാങ്കുകളിൽ ഉണ്ടാവുന്നു, സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാവുന്നു അല്ലേ? ഗവൺമെൻറ് ആശുപത്രികളിൽ ചിലതിൽ പണ്ടൊരു കാലത്ത് നിലനിന്നിരുന്നു. അപ്പോൾ ഈ സ്ഥിതികളൊക്കെ മാറണം. നമ്മളുടെ പുതുതലമുറ പഠിച്ചു മുന്നേറി വരുമ്പോൾ സമൂഹത്തോട് കൂടി പ്രതിബദ്ധതകൾ ഉള്ളവരായി മാറാനും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നല്ല പൗരന്മാരുമായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് നടത്തേണ്ടത്. നമ്മുടെ നാട്ടിലറിയാം, ഏറ്റവും നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള പ്രൊഫഷണലുകളായ ആളുകൾ ഉൾപ്പെടെ തല തിരിഞ്ഞ് മതവർഗീയവാദത്തിൻ്റെയൊക്കെ പുറകെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ മതവർഗീയവാദിയായി മാറുന്നവൻ ഏറ്റവും നല്ല പ്രൊഫഷണലായിരിക്കും. ആ സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ രീതിയിലല്ല നമ്മളുടെ ബുദ്ധിശക്തിയെ, നമ്മളുടെ മികവിനെ, കഴിവിനെ ഉപയോഗിക്കേണ്ടത്. മറിച്ച് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന്, നാടിൻ്റെ പുനർനിർമ്മാണത്തിന്, നാടിൻ്റെ വികസനത്തിന് നമ്മളുടെ കഴിവിനെയും വിദ്യാഭ്യാസത്തെയും ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ സമൂഹത്തോട്, ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരോട് കരുണയും ദയയും അനുകമ്പയും പുലർത്തുന്നവരായി മാറാനും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീവിതത്തിൽ മുന്നേറാനും നിങ്ങൾക്ക് കഴിയണം എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് DYFIക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. സ്വാഭാവികമായി DYFI ഇവിടെ ക്ഷണിച്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളിൽ കുറേ പേരെങ്കിലും DYFIയെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ DYFIയെ കുറിച്ച് കേട്ടിട്ടുള്ളതും ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ കണ്ടിട്ടുള്ളതുമായ ചിത്രത്തിൽ DYFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ, ചെറിയ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുള്ള ഡ്രാക്കുളയുടെ കഥാപാത്രത്തെ പോലെ 2 ദംഷ്ട്രയൊക്കെ തൂക്കിയിട്ട് ചോര കുടിക്കാൻ അങ്ങനെ വരുന്ന രക്തരക്ഷസിൻ്റെ പോലെ ഒരു സാധനമാണ് ഈ DYFI എന്ന് പറയുന്നൊരു ചിത്രം നിങ്ങളുടെയൊക്കെ മുന്നിലുണ്ടാവും അല്ലേ? സമരത്തിന് പോയി തല്ലുകൊള്ളുന്ന ഏട്ടന്മാർ, തല്ലുകൊണ്ട് തലപൊട്ടി റോട്ട് കിടക്കുന്ന ഏട്ടന്മാർ, പോലീസുകാരുമായി തല്ലുണ്ടാക്കുന്ന ഏട്ടന്മാർ, ഇതൊക്കെയാണ് DYFIയെ കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളും മനോരമയും മാതൃഭൂമിയും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്ന ചിത്രം. പക്ഷേ DYFIക്ക് മറ്റൊരു മുഖമുണ്ട്.
ഞങ്ങൾ സമരം ചെയ്യാറുള്ളവരാണ്. ഞങ്ങൾ പോലീസുകാരുടെ തല്ല് ഏറ്റുവാങ്ങാറുള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ സമരം ചെയ്യുന്നത്, ഞങ്ങൾ സമരത്തിന് പോകുന്ന ചെറുപ്പക്കാരിൽ മഹാഭൂരിപക്ഷവും ഒരുപക്ഷെ കൂലിപ്പണിക്ക് പോകുന്നവനാവും, വലിയ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവനാവും. അവൻ ഒരു ദിവസത്തെ പണി മുടക്കി, ഒരു ദിവസത്തെ കൂലി മുടക്കി ആ സമരത്തിന് വരികയും സമരത്തിൽ പങ്കെടുക്കുകയും പോലീസുകാരുടെ ചിലപ്പോൾ തല്ലുകൊള്ളുകയും അറസ്റ്റ് വരിക്കുകയും ജയിലിൽ കടക്കുകയൊക്കെ ചെയ്യുന്നത് അവന് വേണ്ടി മാത്രമല്ല, അത് ഭാവിയിൽ ഇവിടെ വരുന്നൊരു തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ്. നിങ്ങളെപ്പോലെ വളർന്ന് പഠിച്ച് വളർന്നു വരുന്ന തലമുറ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാവണം. ഈ നാട്ടിൽ തൊഴിൽ നൽകാൻ നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ തയ്യാറാവണം. ഇപ്പം തന്നെ നിങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ, ഇപ്പോൾ ഞാനൊക്കെ +2 പാസ്സായ സമയം മുതൽ, +2 പാസ്സായി 18 വയസ്സ് കഴിഞ്ഞ സമയം മുതൽ ഞാൻ നിരന്തരമായി ഒരു ഘട്ടത്തിൽ PSCക്ക് നന്നായി പഠിക്കുക. ഞാൻ കോച്ചിങ് സെൻറ്ററുകളിലൊന്നും പോയിട്ടില്ല. PSCക്ക് വേണ്ടി പഠിക്കുക, ബാങ്ക് ടെസ്റ്റിന് വേണ്ടി പഠിക്കുക, ബാങ്ക് ടെസ്റ്റുകൾ എഴുതുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി തീവ്രമായ രീതിയിൽ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ അന്നത്തെ കാലത്ത് നിരന്തരമായി പരീക്ഷകൾ വിളിച്ചിരുന്നൊരു സ്ഥിതിയെങ്കിലും ഉണ്ടായിരുന്നു. ഒഴിവുകൾ, തസ്തികകൾ ഒഴിവ് വരുമ്പോൾ ബാങ്കുകൾ ഉൾപ്പെടെ വിളിച്ചിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. നമ്മുടെയൊക്കെ സ്റ്റേറ്റ് ബാങ്കിൻ്റെയൊക്കെ ഒരു ശാഖയിൽ നിങ്ങൾ പോയി നോക്കിയാൽ 3 or 4 ആളുകളെ മാത്രമേ കാണൂ. അത്ര ആളെ എടുക്കുന്നുള്ളൂ. വേറെ തസ്തിക ഒഴിവില്ലായിട്ടല്ല, സർക്കാർ ആളെ വെക്കുന്നില്ല. നമ്മുടെ റെയിൽവേ ഏറ്റവും കൂടുതൽ ആളുകൾ പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേയിൽ 2,57,000-ൽ പരം, 2.5 ലക്ഷത്തിൽ പരം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുകയാണ്. ഈ ഒഴിവുകളിലേക്ക് ആളുകളെ വിളിച്ചാൽ നിങ്ങളുടെ കൂട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും കുറച്ചുകൂടി സീനിയേഴ്സായി ഒരു 2 കൊല്ലം മുമ്പേയൊക്കെ +2 കഴിഞ്ഞിട്ടുള്ള എത്രയോ വിദ്യാർത്ഥികൾക്ക് അവിടെ റെയിൽവേയിൽ ജോലി കിട്ടുന്ന സ്ഥിതി ഉണ്ടാവും. 2.5 ലക്ഷം ആളുകൾക്ക് ഇന്ത്യയിൽ. അതോടൊപ്പം +2 ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അറിയാം. നിങ്ങളൊക്കെ +2 കഴിഞ്ഞ് 18 വയസ്സൊക്കെ പൂർത്തീകരിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യുക മിലിറ്ററി റിക്രൂട്ട്മെൻറ്റിന്, അല്ലേ, കരനാവിക സേനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ ആ ടെസ്റ്റ് എഴുതും. പിന്നെ അതിനുവേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ പോയി പങ്കെടുക്കും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതി നോക്ക്. നമ്മുടെ നാട്ടിലെ കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതി നടപ്പാക്കിയിരിക്കുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താ പദ്ധതി? അഗ്നിപഥ് എന്ന് പറയുന്ന പദ്ധതി. ഇപ്പോൾ പട്ടാളത്തെയും നേവിയെയും കരസേനയെയും നാവികസേനയെയും ഒക്കെ ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായിട്ടാണ് നമ്മളെ സർക്കാരുകൾ ഇവിടെ പറയാറ്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരൊക്കെ പറയാറ്. പക്ഷെ എന്താ അവസ്ഥ? പട്ടാളക്കാരൻ ദേശസേവനം ചെയ്യുന്നതോടൊപ്പം പട്ടാളക്കാരന് ജീവിക്കാൻ വേണ്ടി, അവൻ്റെ കുടുംബം പുലരാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ്, ഒരു ജോലി കൂടിയാണല്ലോ പട്ടാളം എന്ന് പറയുന്ന പണി, മിലിറ്ററി എന്ന് പറയുന്ന പണി. ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ +2 പാസ്സായി ഇറങ്ങിയ 17 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരിക്ക് ഈ പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക്, മിലിറ്ററിയിലേക്കോ നേവിയിലേക്കോ ജോലിക്ക് അപേക്ഷിക്കാം. ജോലിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങളെ എടുക്കും. അതിന് ശേഷം എന്താ അവസ്ഥ? 17 വയസ്സിൽ ചേരുക, 22ാമത്തെ വയസ്സിൽ നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞു വിടും. വളരെ തുച്ഛമായ ആനുകൂല്യങ്ങൾ തന്ന് നിങ്ങളെ തിരിച്ചു പറഞ്ഞു വിടും. ഇപ്പം നിങ്ങളുടെ ഈ വാഴമ്പുറം പ്രദേശത്ത് നോക്കിയറിയാം, മിലിറ്ററിയിൽ നിന്നൊക്കെ പിരിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, പഴയ പട്ടാളക്കാർ. 10, 40, 38 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അല്ലേ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു വരാം. അങ്ങനെ വന്ന് ജീവിക്കുന്ന ആൾക്കാർ, നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, അത്രയേറെ ആനുകൂല്യങ്ങളുമായിട്ടാണ് അവർ തിരിച്ചു വരിക. അത്രയും കാലം രാജ്യത്തെ സേവിച്ചതിനുള്ള വലിയ തോതിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചു വരിക. പക്ഷെ ഇവിടെ എന്താ ഇനി വരാൻ പോകുന്ന സ്ഥിതി? 17 വയസ്സിൽ കയറുന്നു, 22 വയസ്സിൽ തിരിച്ച് പുറത്തേക്ക് ഇറക്കി വിടുന്നു. അവന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒന്നും നൽകാൻ സർക്കാർ തയ്യാറാവാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവും. ആ തൊഴിലില്ലായ്മയ്ക്കെതിരെ നിരന്തരമായി സമരം നടത്തുന്നവരാണ് DYFI. അപ്പോൾ DYFIക്കാർ തല്ലുകൊള്ളാറുണ്ട്, ജയിലിൽ പോകാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്കും DYFIയുടെ ഒരു ചിത്രമുണ്ട്. ഈ സൂചിപ്പിച്ച് ഞാൻ വേറൊന്നിനും വേണ്ടിയല്ല, DYFIക്കാർ തല്ലുകൊള്ളുന്നതും സമരം ചെയ്യുന്നതും ഇൻകുലാബ് വിളിക്കുന്നതും ഒക്കെ നിങ്ങളെ പോലെ വളർന്നു വരുന്ന ഈ നാട്ടിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതോടൊപ്പം DYFIക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്യൂ കാണാം. ആ ക്യൂ വയസ്സായ ആളുകളുണ്ടാവും, ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ ആളുകൾ, അവരുടെ കൂട്ടിരിപ്പുകാരായ ആളുകൾ വന്ന് പാത്രവുമായി ക്യൂ നിൽക്കുന്നുണ്ടാവും. ആ ക്യൂ വെള്ളക്കൊടിയിൽ നക്ഷത്രമുള്ള DYFI എന്ന് എഴുതിയിട്ടുള്ള ഒരു വെള്ളക്കടി കെട്ടിയ വാഹനത്തെ കാത്തിട്ടുള്ള ക്യൂ ആയിരിക്കും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 2 മാസത്തോളം കാലമായി അവിടെ കടത്തി ചികിത്സിക്കുന്ന മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി ഭക്ഷണം സൗജന്യമായി DYFIക്കാർ വിതരണം ചെയ്യുക. ഞങ്ങൾ നമ്മുടെ പ്രദേശത്തെ വീടുകളിൽ നിന്ന്, ആളുകളിൽ നിന്ന് ശേഖരിക്കുന്ന പൊതിച്ചോറുമായി താലൂക്ക് ആശുപത്രിയിൽ പോയി കൊടുക്കുക. പാലക്കാട് മെഡിക്കൽ കോളേജിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലും
ഡിവൈഎഫ്ഐയുടെ ഭക്ഷണപ്പൊതികളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും രാത്രികളിൽ. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എന്ത് പ്രളയമല്ല, പേമാരിയല്ല, ഭൂകമ്പമല്ല, എന്തു തന്നെ സംഭവിച്ചാലും ഒരു ദിവസം പോലും മുടങ്ങാതെ ആയിരക്കണക്കിന് മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം സമാഹരിച്ചു കൊണ്ടെത്തിച്ച് നൽകുന്ന ഹൃദയപൂർവ്വം പദ്ധതി നടപ്പാക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് പാതിരാത്രിക്കായിക്കൊള്ളട്ടെ, അവൻ്റെ ചികിത്സയുടെ ഭാഗമായി അല്ലെങ്കിൽ അയാളുടെ ബന്ധുവിൻ്റെ ചികിത്സയുടെ ഭാഗമായി രക്തം ആവശ്യമായി വന്നാൽ ആദ്യം ഫോൺ എടുത്ത് വിളിക്കുന്നത് ആ പ്രദേശത്തെ ഡിവൈഎഫ്ഐക്കാരനെ ആയിരിക്കും. ഏത് പാതിരാത്രിക്കാണെങ്കിലും 5 രൂപയുടെ പ്രതിഫലം പോലും കൈപ്പറ്റാതെ സൗജന്യമായി അവിടെ എത്തി ജീവൻ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർക്ക് രക്തദാനം നടത്തുന്ന ഏറ്റവും വലിയ കേരളത്തിലെ പ്രസ്ഥാനം ഡിവൈഎഫ്ഐ. കാലാകാലങ്ങളായി ഏത് സർക്കാരുകൾ ഭരിച്ചാലും ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തുൾപ്പെടെ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തുന്ന സംഘടനയ്ക്ക് വേണ്ടിയുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ രംഗത്ത് നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഓരോ മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടന കൂടിയാണ് ഡിവൈഎഫ്ഐ എന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് ഇവിടുത്തെ പൊതുമാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളെയും പ്രചരണങ്ങളെയും തള്ളിക്കളയാനും യഥാർത്ഥത്തിലുള്ള ഡിവൈഎഫ്ഐയെ തിരിച്ചറിയാനും നിങ്ങൾ തയ്യാറാവണം. ഞങ്ങൾ ഈ നൽകുന്ന സ്നേഹ സമ്മാനത്തോടൊപ്പം നിങ്ങൾക്ക് തരാനുള്ള സന്ദേശവും മറ്റൊന്നല്ല, നാടിനോട് പ്രതിബദ്ധതയുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളായി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരായി, നല്ല പൗരന്മാരായി മാറി തീരണം എന്നുള്ള സന്ദേശം മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇവിടെ ഉന്നത വിജയം കൈവരിച്ചെത്തിയ മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐയുടെ മലമ്പള്ള യൂണിറ്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മജീദ് ഖാനെ ക്ഷണിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് തല അമരക്കാരൻ ഷാജുമോൻ, വേദിയിലെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡൻറ്റ്, അതിലുപരി 5ാം വാർഡ് മെമ്പർ ഗഫൂർ ചീരങ്ങൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, നമ്മൾ ഡിവൈഎഫ്ഐ ഈ വർഷം മാത്രമല്ല ഇങ്ങനൊരു പരിപാടി നടത്തുന്നത്. ഒരുപാട് കാലങ്ങളായി ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. ഇതിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം ഇവിടെ പറയണ്ടായി. നിങ്ങൾ ഡിവൈഎഫ്ഐ തരുന്ന ഉപഹാരത്തിൻ്റെ മൂല്യം കണക്കാക്കിയല്ല ഡിവൈഎഫ്ഐ സാധാരണഗതിയിൽ ഇത്തരമൊരു ഉപഹാരം നൽകാറ്. ഞാനും നിങ്ങളും നാളെ വാഴമ്പുറത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ നടന്നു പോകുമ്പോൾ അതിന് കഴിയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐ വാഴമ്പുറം യൂണിറ്റ് തന്ന ഒരു പ്രചോദനം, ഒരു പ്രോത്സാഹനം എൻ്റെ വിജയത്തിൻ്റെ ഒരു നാൾ വഴിയിലെ ഒരു അടയാളമായി മാറാൻ നിങ്ങൾക്ക് ഈ ഉപഹാരം കൊണ്ട് കഴിയണം. ഒട്ടനവധി പോരാട്ട പ്രവർത്തനങ്ങളിൽ നേടിയെടുത്ത ഒരുപാട് നന്മകളും മേന്മകളും ഡിവൈഎഫ്ഐയെ കുറിച്ച് പറഞ്ഞു. എണ്ണിയാൽ ഒടുങ്ങാത്ത നേടിയെടുത്ത അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന ഡിവൈഎഫ്ഐയുടെ സഖാക്കളാണ്. ഈ ഡിവൈഎഫ്ഐക്ക് കൃത്യമായ രൂപത്തിൽ വേർതിരിച്ച് കാണുന്നൊരു സമീപനമില്ല. സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലും നാനാ മേഖലകളിലും പ്രയാസപ്പെടുന്നവൻ്റെ താങ്ങായി, ബുദ്ധിമുട്ടുന്നവൻ്റെ തണലായി, സമൂഹത്തിൻ്റെ കൂടെ ഒന്നിച്ച് ഇണങ്ങി ജീവിച്ച് പ്രയാസപ്പെടുന്നവനെ കരകയറ്റുന്നൊരു സമീപനം കൂടി ഡിവൈഎഫ്ഐ സ്വീകരിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു വാചകം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെയാണ് തോന്നുന്നുണ്ട് മുതുകാടിൻ്റെ ഒരു വാട്സപ്പ് സന്ദേശം വരികയുണ്ട്. നിങ്ങളുടെ മൊബൈലിലൊക്കെ വരും അടുത്ത കാലഘട്ടത്തിൽ. മുതുകാട് ആ വാട്സപ്പ് സന്ദേശത്തിൽ പറയണത്, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യദിനം കൊണ്ടാടാൻ പോവുകയാണ്. ആ സ്വാതന്ത്ര്യദിനം കൊണ്ടാടാൻ പോകുന്ന സമയത്ത് രാജ്യത്തിലെ മുഴുവൻ ആളുകളും സ്വാതന്ത്ര്യം കിട്ടി സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ലഹരിയിൽ ആടാറുന്ന സമയത്ത്
ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടാത്ത, സ്വാതന്ത്ര്യം ലഭിക്കാത്ത, സ്വാതന്ത്ര്യം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് മുതുകാട് അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ DYFIയുടെ സന്ദേശവുമായി ഞാനതിനെ കൂട്ടിച്ചേർത്ത് നോക്കി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ലോകത്തിൽ ചൂടാമന്നന്മാരായി പ്രവർത്തിച്ച് ലോക ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ മേഖലകളിലും അഴിമതിക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിയതാണ് ഈ പ്രസ്ഥാനം. നമ്മളെല്ലാം നമ്മുടെ വിജയത്തിൻ്റെ നന്മകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു പറ്റം ആളുകൾ പറയും അത് നമ്മുടെ യോഗമാണെന്നുള്ളത്. പക്ഷേ നമ്മുടെ കഠിന അധ്വാനമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്താതെ, ഇപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കാതെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത മേന്മകളെ നമ്മൾ മനസ്സിലാക്കാതെ, നമുക്ക് കിട്ടിയ വിധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും. വിധിന്ന് വേണ്ട, അത് നമുക്ക് അത്രേ ലഭിക്കാൻ കഴിയുള്ളൂ, അത് അവൻ്റെ യോഗമാണ് എന്ന രൂപത്തിലേക്ക് പറഞ്ഞ് നമ്മുടെ കഴിവിനെ ചുരുക്കി ചെറുതാക്കി നമ്മുടെ കഴിവുകളെ സമൂഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കരുത്. അന്ധവിശ്വാസങ്ങൾ ഒരു പരഭാഗത്ത് നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയങ്ങളുടെ എല്ലാ തുടക്കങ്ങൾക്കും ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിലൂടെ ഒരടി മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഇടത് വെക്കണോ വലത് വെക്കണോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചാഞ്ചാട്ടവുമില്ലാതെ സധൈര്യം മുന്നോട്ട് പോകുന്ന സമയത്ത് അന്ധവിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട്, മറിച്ചു വെച്ചുകൊണ്ട്, മാറ്റപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ട്, നമ്മുടെ പഠനങ്ങളിൽ അകപ്പെട്ട് ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നല്ല ആവേശത്തോടുകൂടി വീറിട്ട വാശിയോടുകൂടി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയണു, നിങ്ങൾ വാഴമ്പുറത്തെ കാരാകുഷിയിലെ ഒരടയാളമായി മാറാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെയാണ് സൂചിപ്പിക്കുക. ഒരാളുടെ പേര് സുബൈദ എന്നാണ് വെക്കുക. ആ സുബൈദ, അപ്പോൾ നമ്മുടെ കാവുംപടിയിൽ നമുക്ക് രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഡോക്ടറേറ്റ് കിട്ടി. കാരാകുഷി അംഗീകരിക്കുന്നത് കാരാകുഷി ഗ്രാമപഞ്ചായത്തിലെ ഒരു വനിതക്ക് ആദ്യം ഡോക്ടറേറ്റ് കിട്ടുന്ന ഒരു കുട്ടിയുടെ പേര് രേഷ്മ എന്നാണ്. എങ്ങനെ കാരാകുഷി അറിയപ്പെടുക? രേഷ്മയുടെ നാടാണ്. ഒരു നാടിനെ അടയാളമാക്കി മാറ്റുന്നത് രേഷ്മയാണ്. ഒരു നാടിനൂടെ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ ആ രേഷ്മയെ അറിയപ്പെടുകയാണ്. കാരാകുഷി ഗ്രാമപഞ്ചായത്തിലെ വനിതകളിൽ ആദ്യമായി ഡോക്ടറേറ്റ് കിട്ടുന്ന ഒരു പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് അടയാളം. മുണ്ടശ്ശേരി അവാർഡ് കിട്ടുന്ന കാരാകുഷി ഗ്രാമപഞ്ചായത്തിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല BRC അധ്യാപകൻ ആരാന്ന് ചോദിച്ചാൽ കാരാകുഷിയുടെ അടയാളമായി മാറാൻ കഴിയാണ്. അങ്ങനെ നിങ്ങളുടെ പ്രചോദനം, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ മാനസികമായിട്ടുള്ള കരുത്ത്, നിങ്ങളെടുത്ത തീരുമാനങ്ങൾ വളരെ ഫലപ്രദമായ രൂപത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഞാൻ പറയണു, നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയണം. നിങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങൾ വിജയിച്ച് നിങ്ങൾ ആകാശത്തിൻ്റെ അതിരുകളില്ലാത്ത, വരമ്പുകളില്ലാത്ത ആകാശത്തിലൂടെ പറന്ന് വിജയം ആഘോഷിക്കുന്ന സമയത്ത് ഈ കൊച്ചു DYFIക്കാർ ഇവിടെ ഇരുന്ന് സന്തോഷിക്കും. ഒരു കാലഘട്ടത്തിൽ 2022 ഓഗസ്റ്റ് മാസം ഇന്ന ദിവസം വാഴമ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ നൽകിയ അനുമോദനത്തിൻ്റെ തുടക്കത്തിൻ്റെ, അതല്ലെങ്കിൽ ആദരവിൻ്റെ തുടക്കത്തിൽ നിന്ന് ആ കുട്ടി ഞങ്ങളുടെ വേദിയിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ അവർക്കൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പോരാട്ടങ്ങളിൽ പങ്കാളികളാവണം, അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകണം. ഞാൻ അത് ഒന്നുകൂടി സൂചിപ്പിക്കാം. കാരണം അന്ധവിശ്വാസങ്ങളിലൂടെ നിങ്ങൾ പഠിക്കാൻ പോയാൽ അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പരാജയം വരും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പരാജയം വരും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പരാജയം വരും. അതല്ല, നാളുകളും സമയങ്ങളും ചിന്തകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ചിലർ നാളുകൾ ഉപയോഗപ്പെടുത്തും. എന്താ നാള്? ഇന്നത്തെ നാള് ശരിയല്ല അറിയും. അതല്ലെങ്കിൽ മറ്റൊന്ന് ചോദിച്ചു, നിങ്ങളിന്ന് ദിവസം ശരിയല്ല. അന്ധവിശ്വാസത്തിന്റെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിന്റെ നവോത്ഥാന കേരളത്തിനെ പടുത്തുയർത്തുന്ന നിർണായകമായി പങ്കുവഹിച്ച ഈ യുവജന പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ ഇത്തരം ഒരു മൊമെന്റ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിലും അവസാന ശ്വാസം വരെ ജീവിക്കാൻ ഇടവന്നാലും അന്ധവിശ്വാസങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് എടുക്കുന്ന തീരുമാനം ധീരമായ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആകാശത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത മേഖലകളിൽ പടർന്ന് പന്തലിച്ച് വിജയിച്ച് ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ, ഈ പ്രദേശത്തിന്റെ, ഈ വാർഡിന്റെ മുത്തുകളായി, അതല്ലെങ്കിൽ അടയാളമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ.
വരും കാലഘട്ടങ്ങളിലും ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ട്, കുറച്ച് A+ കിട്ടിയ കുട്ടികളുണ്ട്. നിങ്ങളൊരു ഭയവും വേണ്ട. ഒരു A+ കിട്ടാത്ത ഒരാളായിരുന്നു ഞാൻ. എൻ്റെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ A+ ആയിരുന്നു. എനിക്കൊന്നും A+ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്സാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ ഞാനാകെ അന്തം വിട്ടു. കാരണം എൻ്റെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. പക്ഷേ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സിന് ഞാൻ തരം താഴ്ത്തല്ല. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ചോ, ഫസ്റ്റ് ക്ലാസ്സുകാരും സെക്കൻഡ് ക്ലാസ്സുകാരും അതീവ ശ്രദ്ധയോടുകൂടി, വളരെ ഊർജ്ജസ്വലതയോടുകൂടി, വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ വലത് കാല് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പിന്നിൽ സെക്കൻഡ് ക്ലാസ്സുകാരനുണ്ട്. അവർ നിങ്ങളെ മറികടക്കും. ഒരോട്ടത്തിന് ഒരാൾ മാത്രമാണെങ്കിൽ ആരും വിജയിക്കില്ല. ഒരുപാട് ആളുകളാണ് നിങ്ങളുടെ കൂടെ ഓടുന്നത്. ഫസ്റ്റ് ക്ലാസ്സുകാരുണ്ട്, സെക്കൻഡ് ക്ലാസ്സുകാരുണ്ട്, തേർഡ് ക്ലാസ്സുകാരുണ്ട്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം എൻ്റെ കൂടെ ഓടിയ ഒരു ഫസ്റ്റ് ക്ലാസ്സുകാരനും എൻ്റെ കൂടെ ഓടിയ ഒരു സെക്കൻഡ് ക്ലാസ്സുകാരനും എൻ്റെ കൂടെ ഓടാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ആളുകൾക്ക് തോന്നും ഞാനിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടിയതാ, അവൾ തേർഡ് ക്ലാസ് കിട്ടിയതാ, അവൾക്കൊന്നും എന്നെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ ഫലപ്രദമായ രൂപത്തിൽ, നിങ്ങൾ എടുക്കുന്ന മേഖലകൾ ഏതാണോ പഠിക്കാൻ നിങ്ങൾ എടുക്കുന്ന മേഖലകൾ, നിങ്ങളുടെ ഭാവി ജീവിതത്തിന് കരുത്തും നന്മയും നിങ്ങൾക്കത് വിനിയോഗിക്കാനും കഴിയുന്ന മേഖലകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. എടുക്കുന്ന മേഖല കൃത്യമായ രൂപത്തിൽ പരിശോധിച്ചുകൊണ്ട് ആർജവത്തോടുകൂടി സധൈര്യം എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾക്ക് ശേഷിയും കഴിവും ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാ വിജയങ്ങളിലും, നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളിലും ഈ വാഴമ്പുറത്തെ മലമ്പള്ളയിലെ DYFIയുടെ യൂണിറ്റ് സന്തോഷിക്കുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഈ ഉപഹാരം ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന, DYFI യൂണിറ്റിന് തരാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു ഉപഹാരമാണ്. മറിച്ച് ഇത് വില കൊണ്ടല്ല, ഇതിൻ്റെ നന്മ കൊണ്ട്, ഇതിൻ്റെ നേട്ടം കൊണ്ട്, ഇതിൻ്റെ മേന്മ കൊണ്ട്, നിങ്ങൾക്ക് തരുന്ന സന്ദേശം കൊണ്ട് നിങ്ങൾ വളരണം, നിങ്ങൾ ഉയരണം, നിങ്ങൾ സമൂഹത്തിലെ നന്മയുള്ള കുട്ടികളായി മാറണം, നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വരും കാലഘട്ടങ്ങളിൽ ഇനിയും വലിയ ബഹുദൂരം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇതൊരു അടയാളമായി മാറ്റി നിങ്ങൾക്ക് വളരട്ടെ, നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി 5ാം വാർഡ് മെമ്പർ ബുഷ്റ രംഗത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ 2021-22 വർഷത്തെ 10ാം ക്ലാസ്സും +2ൻ്റെയും ഉന്നത മാർക്ക് നേടിയ വിജയികളെ അനുമോദിക്കുന്നതിന് വേണ്ടി മലമ്പള്ള DYFI സംഘടിപ്പിക്കുന്ന വിജയോത്സവം പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്ത ഇർഫാൻ, അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന റമീസ്, ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഷാജി മോഹൻ, നമ്മുടെ 6ാം വാർഡ് മെമ്പർ മജീദ് ക, ഗഫൂർ, റഷീദ്, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, പിന്നെ കുട്ടികളെ, നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾ ഉന്നത വിജയത്തിലേക്ക്, എന്നാൽ ഇതിൻ്റെ തുടക്കം തന്നെ 9ാം ക്ലാസ്സും +1 ക്ലാസ്സും നിങ്ങൾ കാണാതെയാണ് 10ലേക്കും +2ലേക്കും പോയത്. എന്നാൽ നിങ്ങളതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് അധ്യാപകർ, രക്ഷിതാക്കൾ, മറ്റുള്ള ട്യൂഷനാണെങ്കിലും പല രീതിക്കാണ് നിങ്ങൾ ഇത് സ്ഥാനത്തേക്ക് എത്തിയത്. എന്തായാലും നിങ്ങളതൊട്ടും ഇതിൽ അവസാനിക്കുന്നില്ല. കാരണം നമ്മൾ ഓരോ ഗവൺമെൻറ് എംപ്ലോയിനും എല്ലാവരും ആയിക്കോളുന്നില്ല. കാരണം നല്ല ക്യാരക്ടറോട് കൂടിയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണം. സ്വഭാവം തൊട്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നല്ല ഒരു മനസ്സും നിങ്ങൾക്കുണ്ടാവട്ടെ. അതോടൊപ്പം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിയിലേക്ക് ആശംസ അർപ്പിക്കാൻ ബ്രാഞ്ച് സെക്രട്ടറി റഷീദ് ഖാനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഇവിടെ നിങ്ങളുടെ വിജയം ഇവിടെ ഷാജിമോഹൻ, മജീദ് ക, നമ്മുടെ ബുഷ്റ രംഗത്ത് നിന്നെല്ലാവരും നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ A+ നേടിയവരുണ്ട്, 2A+, 3A+, അങ്ങനെ പലവിധം മാർക്കുകൾ നേടിയവരുണ്ട്. ഫുള്ള് A+ കിട്ടിയവർ, അവരുടെ പുറകിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾ, അവരുടെ അധ്യാപകർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ അഹോരാത്രമായ അവർ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായി മാർക്കുകൾ കിട്ടിയിരിക്കുന്നത്. A+ നേടിയവരെ കുട്ടികൾ
അവരുടെ ബുദ്ധിവികാസം, അവരുടെ സമയം, അവരുടെ രക്ഷിതാക്കളുടെ പ്രയത്നം, അധ്യാപകർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് ഫുൾ A+ നേടിയിട്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം ചിലവർക്ക് മാർക്ക് കമ്മിയുള്ളവരുണ്ട്. പക്ഷേ അവർ സമൂഹത്തിൻ്റെ തലത്തിൽ അവർ ഉയർച്ചയിലേക്ക് വരണം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് മനസ്സിൽ കൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഇപ്രാവശ്യം 2 A+ കിട്ടിയവന് അടുത്ത തസ്തികയിലേക്ക്, അഥവാ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ചെറിയൊരു സേവന മേഖലയിലാണെങ്കിലും അവിടെ ഉയർച്ചയോടുകൂടി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ CPM വാഴമ്പ്രം ബ്രാഞ്ചിൻ്റെ ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് അടുത്തതായി വിജയിച്ച കുട്ടികൾക്കുള്ള ഉപഹാരം കൊടുക്കാം. ഫുൾ A+ നേടിയ ബഹീജ എന്ന കുട്ടിനെ വിളിക്കുന്നു. ഇത് ആ സമ്മാനം കൊടുക്കാൻ ഷാജ്മോഹൻ സാറിനെ വിളിക്കുന്നു. അടുത്തത് ഫുൾ A+ നേടിയ ഷിബിന PC. ആ കുട്ടി എത്തിയിട്ടില്ല. ആ കുട്ടിയുടെ ബ്രദർ സിനാൻ വന്നിട്ടുണ്ട്. ഞാൻ മൈക്കെടുത്തേ. അടുത്തതായി SSLCക്ക് പാസ്സായിട്ടുള്ള കുട്ടികളെയാണ് ആദ്യം വിളിക്കുന്നത്. അൻഷിത. ഇവിടെ 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 റമീസ് SSLC പറയുന്നത് വായിച്ചു കൊടുക്കും. അടുത്തത് ഷഹല CP. അടുത്തത് ഷാനിദ K വന്നിട്ടുണ്ടോ? അടുത്തതായി ശ്രീശാന്ത്. ഫാത്തിമ റിൻസിയ. വിസ്മയ K. എല്ലാവരും സമ്മാനം കൊടുക്കുമ്പോൾ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. വിസ്മയ K. അഭിജിത്ത് O. നമ്മുടെ 5ാം വാർഡ് മെമ്പർ ബുഷറ രംഗത്ത് സമ്മാനം നൽകുന്നു. സാബിക് ഫൗസാൻ സമ്മാനം നൽകുന്നതിന് നമ്മുടെ ഗഫൂർ ഖാനെ ക്ഷണിക്കുന്നു. സാബിക് ഫൗസാൻ. മുഹമ്മദ് സിനാൻ PC. സമ്മാനം നൽകുന്നത് ഗഫൂർ.
അടുത്തതായി മുഹമ്മദ് ഗസൽ. സമ്മാനം നൽകുന്നത് റമീസ്, യൂണിറ്റ് പ്രസിഡന്റ്. അടുത്തത് മുഹമ്മദ് റമീസ് പി. മുഹമ്മദ് റമീസ് പി. അജിത് പി ആർ. സമ്മാനം നൽകുന്നു റമീസ്, പ്രസിഡന്റ്, DYFI യൂണിറ്റ് പ്രസിഡന്റ് റമീസ്. ആയിഷ ജാസ്മിൻ വന്നിട്ടുണ്ടോ? ആയിഷ ജാസ്മിൻ. അൻഫൽ സാദിഖ്. അൻഫൽ സാദിഖ്. സമ്മാനം നൽകുന്നു റമീസ്. ഇനി സമ്മാനം കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് അറിയിക്കണം. ഈ പരിപാടിക്ക് നന്ദി പറയാൻ വേണ്ടി റമീസിനെ ക്ഷണിക്കുന്നു. നാടിൻ്റെ താരങ്ങൾക്ക് യുവതയുടെ ആദരം എന്ന പേരിൽ DYFI നടത്തുന്ന വിജയോത്സവം 2022 DYFI മലമ്പുഴ യൂണിറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും DYFI മലമ്പുഴ യൂണിറ്റിന് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.